ഹായ് ഓൾ, നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് 100 ഇയേഴ്സ് ഓഫ് സോളിറ്റ്യൂഡിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ട് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് കണ്ടിട്ട് വേണം ഇത് കാണാൻ. ഓക്കെ, ലെറ്റ്സ് സീ ഇറ്റ്. ബോണ്ടിയ ഫാമിലിയുടെ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പാർട്ട് 1 ഡിസ്കസ് ചെയ്തിട്ടുള്ളത്, ഈ ഫാമിലി ട്രീ. ഇനി നമുക്ക് ബാക്കി നോക്കാം. അപ്പോൾ നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് അമറാണ്ട സ്വയം കൈ ബേൺ ചെയ്യുന്നു, ലൈഫ് ലോങ് അങ്ങനെ ജീവിക്കുന്നത് വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു സ്റ്റോറി എൻഡ് ചെയ്യുന്നത് ഫസ്റ്റ് പാർട്ടിൽ. ഇനി നമുക്കതിൻ്റെ ബാക്കി നോക്കാം. അതിനുശേഷം നമ്മളിത് കാണുന്നത് കേണൽ ഒർലിയാനോനെ എക്സിക്യൂട്ട് ചെയ്യാനായിട്ടൊരു ഓർഡർ വരുന്നുണ്ട്. പക്ഷെ അതിൽ നിന്നും ജോസ് ആർക്കേഡിയോ ആണ് ആ ഒരു എക്സിക്യൂഷനിൽ ആ ഒരു സേവ് ചെയ്യുന്നത്. എക്സിക്യൂഷൻ പ്രിവെൻറ്റ് ചെയ്യുകയും ഒർലിയാനോനെ സേവ് ചെയ്യുന്നത് ജോസ് ആർക്കേഡിയോ ആണ്. അതിനുശേഷം അവനൊരു ലിബറൽ പാർട്ടിയിലേക്ക് തിരിച്ചു പോകുന്നുണ്ട്. ആൻഡ് കുറേ അതിൽ നിന്നൊക്കെ കുറേ സ്ട്രഗിൾ ചെയ്തിട്ട് കുറേ ഇഷ്യൂസ് കാരണം അവൻ ആ ഒരു ആർമി ലെഫ്റ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു ടൈമിലാണ് സാന്റ സോഫിയ 2 കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നത്. സാന്റ സോഫിയാണ് ഒർലിയാനോയുടെ ഹസ്ബൻഡ്. ഒർലിയാനോയുടെ സ്റ്റോറി നമ്മൾ പാർട്ട് 1 പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഊസുലയുടെയും ജോസ് ആർക്കേഡിയോയുടെയും രണ്ടാമത്തെ മകനാണ് കേണൽ ഒർലിയാനോ. അവനും റെമഡോസുമായിട്ടുള്ള മാരേജൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ റെമഡോസ് മരിച്ചു പോകുന്നു. അതിനൊക്കെ ശേഷമാണ് സാന്റ സോഫിയ സാന്റ സോഫിയയെ മാരി ചെയ്യുന്നത്. ആഫ്റ്റർ ദാറ്റ് സാന്റ സോഫിയ 2 കുട്ടികൾക്ക് ജന്മം നൽകുന്നുണ്ട്. അതാണ് ജോസ് ആർക്കേഡിയോ സെഗൂണ്ടോയും ഒർലിയാനോ സെഗൂണ്ടോയും. ഓക്കെ, പക്ഷെ ആ ഒരു ബർത്തിനൊക്കെ ശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ ഒർലിയാനോയും മരിക്കുന്നുണ്ട്. അങ്ങനെ ഒർലിയാനോയുടെ എക്സിക്യൂഷന് ഹെൽപ്പ് ചെയ്തത് ജോസ് ആർക്കേഡിയോ എന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് ഈ ജോസ് ആർക്കേഡിയോനെയും കൊല്ലുന്നുണ്ട്. ജോസ് ആർക്കേഡിയോ റെബേക്കയെ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നല്ലേ. ഉർസുല അതിനൊക്കെ ആ ഒരു കാരണത്താലൊക്കെയാണ് ഇവർ വീട്ടിൽ നിന്നൊക്കെ ഇറക്കി വിട്ടത്. അപ്പോൾ റെബേക്കയെ കല്യാണം കഴിച്ചിരുന്നു. പക്ഷേ ഒരു എക്സിക്യൂഷന് ഹെൽപ്പ് ചെയ്തത് കൊണ്ട് ജോസ് ആർക്കേഡിയോയെയും കൊല്ലുന്നുണ്ട്. അപ്പോൾ കേണൽ ഒർലിയാനോയും മരിക്കുന്നുണ്ട്, ജോസ് ആർക്കേഡിയോയും മരിക്കുന്നുണ്ട്. ജോസ് ആർക്കേഡിയോ ബോണ്ടിയുടെയും ഉർസുലയുടെയും 2 മക്കളും എന്ത് ചെയ്യുന്നു, 2 ആൺമക്കളും മരിക്കുന്നു. അപ്പോൾ 2 പേരും അവിടെ വിഡോ ആവുന്നുണ്ട്, റെബേക്കയും സാന്റ സോഫിയയും. അതിനുശേഷം നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞിരുന്നു ജോസ് ആർക്കേഡിയോയ്ക്കൊരു ലേഡിയുമായിട്ടൊരു കണക്ഷൻ ഉണ്ട്, പില്ലർ ടെർണേറ. അവരിലൊരു മകനുണ്ട് ഒർലിയാനോ ജോസ് അല്ലേ. അവൻ്റെ സ്റ്റോറിയാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. അവൻ വളർന്ന് വലുതാവുന്നുണ്ട്. അവൻ ഈ ആൻറ്റിയായ അമറാൻഡ ആയിട്ടൊരു ഒരു അട്രാക്ഷനൊക്കെ തോന്നുന്നുണ്ട്. അങ്ങനെ അവർ ഒരുമിച്ച് നേക്കഡായിട്ടൊക്കെ സ്ലീപ്പ് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറയുന്നു. പക്ഷേ ആ ഒരു ബന്ധം തെറ്റാന്നൊക്കെ അമറാൻഡ പറയുന്നു. അങ്ങനെ ഇവൻ ആ ഒരു പാർട്ടിയിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് പോകുന്നുണ്ട് ഈ ഒർലിയാനോ ജോസ്. പക്ഷെ അവിടെ നിന്ന് ഇവൻ തിരിച്ചു വരുന്നുണ്ട്. കാരണം അമറാൻഡയുടെ കൂടെ ബാക്കി റെസ്റ്റ് ഓഫ് ലൈഫ് ജീവിക്കാനാണ് ഇവൻ ഇഷ്ടം. അമറാൻഡയോട് ഉള്ള ആ ഒരു ഇൻട്രസ്റ്റ് കാരണം ഇവൻ ആർമിയൊക്കെ വിട്ടിട്ട് തിരിച്ചു വരുന്നുണ്ട്. പക്ഷെ വരുമ്പോഴേക്കും ആ ഒരു കൺസർവേറ്റീവ് പാർട്ടിയിലുള്ള ഒരു സോൾജിയർ ഈ ഒർലിയാനോ ജോസിനെ കൊല്ലുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഈ കേണൽ ഒർലിയാനോ ബോണ്ടിയെ കാണാനായിട്ട് ഒരു 17 സൺസ് മെക്കാൻഡോയിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ വരുന്ന എന്തിനാണ്, ഈ ഒരു വാർ സ്റ്റോപ്പ് ചെയ്യണം, അത് യൂസ്ലെസ് ആണ് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാനൊക്കെ ആയിരുന്നു. പിന്നീട് ഒരു കേണൽ ഒർലിയാനോ ബോണ്ടി ആ ഒരു വിഷമത്തിൽ നിന്നൊക്കെയാണ് സൂയിസൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ബട്ട് ഹി സർവൈവ്. ആഫ്റ്റർ ദാറ്റ് ഈ ജോസ് ആർക്കേഡിയോ റിവറിലേക്ക് ഒരു ബോട്ട് കൊണ്ടുവരുന്നുണ്ട്. ആൻഡ് ഹി സെലിബ്രേറ്റഡ് ദി കാർണിവൽ. ആ ഒരു കാർണിവലിൽ റെമഡോസ് ആണ് ദ ബ്യൂട്ടി. ആ ഒരു ക്യൂൻ എന്ന് പറഞ്ഞാൽ റെമഡോസ് ആണ് ആ ഒരു കാർണിവലിൻ്റെ ബ്യൂട്ടി. ഇതൊരു ഫ്ലാഷ് ബാക്ക് സ്റ്റോറിയാണ് പറയുന്നത്. ആ ടൈമിലാണ് അവിടെ ഒരു ന്യൂ മെമ്പർ വരുന്നുണ്ട്. ആൻഡ് ഷീ ചലഞ്ചസ് ദ പൊസിഷൻ ഓഫ് ദി റെമഡോസിനെ ചലഞ്ച് ചെയ്യുന്നുണ്ട്. ആ ഒരു വരുന്ന ആ ഒരു സ്ത്രീയാണ് ഫെർണാൻഡ ഡെൽ കാപ്പിയോ. അവരാണ് ആ ഒരു ലേഡി. അപ്പോൾ ഈ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ അവിടെ ആ ഒരു റീസൺ കാരണം അവിടെ ഒരു യുദ്ധമൊക്കെ ഉണ്ടാകുന്നു, ഭയങ്കരമായൊരു ലഹളയൊക്കെ ഉണ്ടാകുന്നു. ആ ഒരു ക്രൗഡിലുണ്ടായിരുന്ന കുറേ പേര് മരിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഫെർണാൻഡ ഡെൽ കാപ്പോസിൻ്റെ ഒരു ഫ്ലാഷ് ബാക്കാണ് ഇനി നമ്മൾ കാണുന്നത്. അവരൊരു അരിസ്റ്റോക്രാറ്റിക് ഫാമിലിയിൽ ജനിച്ച് വളർന്ന ഒരാളാണ്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് കാർണിവൽ ഒർലിയാനോ സെഗൂണ്ടോ മാരി ഹർ. ഒർലിയാനോ സെഗൂണ്ടോയ്ക്ക് ഒരു പെട്ര കോർട്ടസ് എന്ന് പറഞ്ഞൊരു ലേഡിയായിട്ട് റിലേഷൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്.
അങ്ങനെ ഇരിക്കവേ തന്നെയാണ് ഈ ഫെർണാണ്ട ഡെൽ കാപ്പോസിനെ മാരി ചെയ്യുന്നത്. ആൻഡ് ഫെർണാണ്ട ഡെൽ കാപ്പോസ് ഒർലിയാനോ സെഗൂണ്ടയ്ക്കും 2 കുഞ്ഞുങ്ങളുണ്ടാവുന്നു, മേമ ആൻഡ് ജോസ് ആർക്കേഡിയോ സെക്കൻഡ്. ഫെർണാണ്ട ഡെൽ കാപ്പോസിനും ഒർലിയാനോ സെഗൂണ്ടോയ്ക്കും 2 കുട്ടികളുണ്ടാവുന്നു, മേമ, ജോസ് ആർക്കേഡിയോ സെക്കൻഡ്. സാന്റാ സോഫിയയിലും ഒർലിയാനോയിലും ജനിച്ച 2 പേരാണ് ജോസ് ആർക്കേഡിയോ സെഗൂണ്ടയും ഒർലിയാനോ സെഗൂണ്ടയും. ആ ഒർലിയാനോ സെഗൂണ്ടയുടെ കാര്യമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഫെർണാണ്ട ഡെൽ കാപ്പോയെ മാരി ചെയ്തതിനു ശേഷം 2 കുട്ടികളുണ്ടായ കാര്യം. അങ്ങനെ അവർ സ്കൂളിലൊക്കെ പോകുന്നുണ്ട്. ആ ഒരു ടൈമിൽ ഫെർണാണ്ട 3rd ചൈൽഡിന് ജന്മം നൽകുന്നുണ്ട്. അതൊരു പെൺകുട്ടിയാണ്. പെൺകുട്ടിയുടെ പേര് അമറാണ്ട ഉർസുല. എന്നിട്ട് ഈ മേമ, അവരുടെ ഫസ്റ്റ് കുട്ടി മേമ ഒരു മെക്കാനിക്കുമായിട്ടൊക്കെ ഒരു റിലേഷനിലൊക്കെ ആവുന്നുണ്ട്. പക്ഷേ ഇവരുടെ മദർ ഫെർണാണ്ട ഡെൽ കാപ്പോയ്ക്ക് അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ അവർ ആ ഒരു റിലേഷൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇവരുടെ അമ്മ ഒരു ഗൈഡിനെ ഹയർ ചെയ്തിട്ട് ഇയാളെ ഷൂട്ട് ചെയ്യാൻ പറയുന്നുണ്ട്. അങ്ങനെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവൻ പാരലൈസായി പോവുകയാണ് ചെയ്യുന്നത്. ആഫ്റ്റർ ദാറ്റ് ഈ മേമയെ ഇവരൊരു കോൺവെൻറ്റ് സ്കൂളിലേക്ക് കൊണ്ടുപോയി ആക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു സ്റ്റോറി കണ്ടിന്യൂ ചെയ്യുമ്പോൾ കുറേ നാൾ കഴിയുമ്പോഴേക്കും ആ ഒരു കോൺവെൻറ്റിൽ നിന്നും ഒരാൾ ഈ ഫെർണാണ്ടോ ഡെൽ കാപ്പോസിൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് പറയും, മേമ ഒരു കുഞ്ഞിന് ജന്മം നൽകി എന്ന് പറയും. അതെങ്ങനെയാണ്, അവർക്കൊരു മുന്നേ റിലേഷൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ, അതിലുള്ള കുട്ടിയാണ്. ആ ഒരു കുട്ടിയുടെ പേരാണ് ഒർലിയാനോ ഫെർണാണ്ട. ആ കുഞ്ഞിൻ്റെ പേരാണ് ഒർലിയാനോ ഫെർണാണ്ട. അപ്പോൾ ഒരു വീട്ടുകാർക്കൊക്കെ നാണക്കേടാണ് അങ്ങനെ ഒരു റിലേഷനിലൊരു കുട്ടിയുണ്ട് എന്നൊക്കെ പറയുന്നതിനോട്. അപ്പോൾ ഒരു നെയ്ബേഴ്സിനോടൊക്കെ പറയും ഇതൊരു ഓഫനാണ്, കുഞ്ഞ് ഞങ്ങളുടെ ആരുമല്ല, ഓഫനാണെന്നൊക്കെ പറയും. അങ്ങനെ ഇവർ പുറത്തൊന്നും ഇറക്കത്തില്ല. വളരെ ഭയങ്കരമായിട്ട് ഹൈഡ് ചെയ്ത് വെക്കും, മറ്റുള്ള ആൾക്കാരിൽ നിന്നും ഹൈഡ് ചെയ്ത് വെക്കും. നമ്മൾ ഇത്രയും സമയം ഡിസ്കസ് ചെയ്ത ആ ഒരു ഫാമിലി ട്രീ ആണ് ഇത്. അതൊന്ന് നോക്കുമ്പോൾ തന്നെ ആ ഒരു സ്റ്റോറി മനസ്സിലാവും. ഇതിൻ്റെ ബാക്കി പാർട്ട് 3 ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. Hope you all got understand this part 2 section. If you have any doubt regarding this, ask in the comment section. Subscribe for more and thanks for hearing.